ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സത്യങ്ങളൊക്കെ അറിഞ്ഞ നികേഷിനെ പുറത്തിരുന്നിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഹരീഷും സുഭാഷേട്ടനും ഒക്കെ. അപ്പോൾ നമ്മളെ സുധീഷാണെങ്കിൽ വരാന്തയിൽ നിൽക്കുന്നുണ്ട്, നിധിയും ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം സുധീഷ് നിധിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞ കഥകളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് നികേഷ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അച്ഛൻ ആദ്യം അമ്മയെ കല്യാണം കഴിച്ചു, അതിൽ ഇവർ 3 പേരും ഉണ്ടായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ ജയിലിൽ പോയി. അമ്മയെ കൊന്ന കേസിലാണ് ജയിലിൽ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ജയിലിൽ നിന്ന് അച്ഛൻ വന്നതിന് ശേഷം നേരെ ലോറി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം അച്ഛനെ കണ്ടില്ല. അപ്പോഴേക്കും സുഭാഷ് ചേട്ടൻ ഈ വീടിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ അച്ഛൻ വരില്ല എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ പിന്നെ വരുമ്പോൾ ഒരു സ്ത്രീയെയും കൊണ്ടുവന്നു. ആ സ്ത്രീയുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു, അതാണ് നികേഷ്. അപ്പോൾ ഇവരെ അച്ഛനോട് ചോദിച്ചു എന്താ ഈ കുട്ടിയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണ് പറഞ്ഞത് നികേഷ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞത്. ആ സമയത്ത് ആ സ്ത്രീയോടുള്ള ദേഷ്യവും നികേഷിനോടുണ്ടായിരുന്നു. അപ്പോൾ സുഭാഷ് ചേട്ടനാണ് പറഞ്ഞത്, അതൊരു കുഞ്ഞു കുട്ടിയല്ലേ, അതിനോട് എന്നാ ദേഷ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനോടൊരു ഇഷ്ടവും വാത്സല്യമൊക്കെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അവൻ നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ സ്വന്തം അനിയൻ ചെയ്യുന്ന പോലെ ഒരു സന്തോഷവും ഇഷ്ടവും ഒക്കെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് അവനെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഒരു ദിവസം ആ സ്ത്രീയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവനെ ഇവിടെ വെച്ചുകൊണ്ട്. പിന്നെ ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അച്ഛനും പോയിരുന്നു കൂടെ, പക്ഷെ അച്ഛൻ തിരിച്ചു വന്നു. ആ സ്ത്രീ എവിടെയെന്ന് ഇവർ ചോദിച്ചതുമില്ല, അച്ഛനൊന്നും പറഞ്ഞതുമില്ല. പിന്നീട് അങ്ങോട്ട് ഇവർ 4 പേരും കൂടിയാണ് വളർന്നത്. ഇവർക്കാണെങ്കിലും നികേഷിനാണെങ്കിലും ഒരേ അവസ്ഥയാണ്. നികേഷിനാണെങ്കിൽ അമ്മ നഷ്ടപ്പെട്ടു, അമ്മ തനിച്ചാക്കി പോയി. ഇവർക്കാണെങ്കിൽ അതുപോലെ തന്നെ അമ്മ നഷ്ടപ്പെട്ട അതേ ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം കൈമാറിയാണ് ഇത്രയും കാലം ജീവിച്ചത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അവനെ ഒന്നും അറിയിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്ന് വൈകിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ നമ്മളെ നികേഷ് ഇത് ആലോചിച്ചിട്ട് വരാന്തയിൽ പോയിരുന്ന് കരയുന്നുണ്ട്. പിന്നെ സുഭാഷ് ചേട്ടൻ വരുമ്പോൾ സുഭാഷ് ചേട്ടനെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. പിന്നെ സുഭാഷ് ചേട്ടൻ എന്തോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ നികേഷിനെ ചോറ് വാരി കൊടുക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ. അപ്പോൾ അവനത് കൈ തട്ടിയിട്ടും പോകുന്നുണ്ട്. അതുപോലെ തന്നെ സുധീഷ് ആണെങ്കിലും ഹരീഷ് ആണെങ്കിലും സുഭാഷ് ചേട്ടനാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവന് കിടക്കുമ്പോൾ അവന് പുതച്ചു കൊടുക്കുന്നുണ്ട്, അവൻ്റെ നെറ്റി തടവുന്നുണ്ട്. ഈ സീനൊക്കെ കാണിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങോട് കൂടിയിട്ടോ, ഭയങ്കര സങ്കടം വരുന്ന ഒരു സോങ്ങോട് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അച്ഛനാണെങ്കിൽ പുറത്ത് കിടന്ന് കരയുന്നുണ്ട്. എന്തായാലും ഭാസ്കരൻ അച്ഛനും ചെറിയ രീതിയിലൊക്കെ കുറ്റബോധം തോന്നി തുടങ്ങി. നികേഷിനെ അറിയിക്കേണ്ടായിരുന്നു തോന്നിയോ എന്നൊരു സംശയമുണ്ട്. അയാളും ഓരോന്ന് ആലോചിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബാഗ് എടുത്തുകൊണ്ട് നികേഷ് പോകുന്നുണ്ട്. അവനെന്നും രാവിലെ പോകുന്നത് പോലെ തന്നെ പോയതാണ്, കോളേജിലേക്കാണ് പോകുന്നത്. വഴിയിൽ വെച്ച് അച്ഛനെ കാണുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളാണ് എല്ലാത്തിനും കാരണം, നിങ്ങൾ പോലും എന്നെ ഇത്രയും കാലമായിട്ട് ഈ കാര്യം അറിയിച്ചില്ലല്ലോ. അച്ഛനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അറിയിച്ചിട്ട് നീ എന്തുണ്ടാക്കുമായിരുന്നു, നീ പൊടിക്കുഞ്ഞല്ലേ, ഇത്രയും കാലം നിനക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പം നീ അതിന് മാത്രമുള്ള വലിപ്പമായി, അപ്പം ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എവിടുന്നോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് അതിലുണ്ടായ പിഴച്ച സന്തതിയാണോ ഞാൻ, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം, എന്നോട് മാത്രം നിങ്ങളിത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ അച്ഛനാണെങ്കിൽ പറയുന്നത്, നീ വരുമ്പോൾ കുഞ്ഞല്ലേ, നിന്നോടത് പറയാൻ ഞാൻ അന്നേരം മറന്നുപോയി, അന്നേരം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നീ അത് മനസ്സിലാക്കുമായിരുന്നില്ലേ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിൽ ഏട്ടന്മാരെ ഇത്രയും കാലം സ്വന്തമായിട്ടാണ് കണ്ടത്, ഞാൻ അവരെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം ഒരുപാട് അവരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അവരെന്തുമാത്രം എനിക്ക് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ, അവർക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം, ഞാൻ സ്വന്തം അനിയനല്ലല്ലോ, എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, നിങ്ങൾക്ക് എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ, സ്വന്തം അനിയനല്ല ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാസ്കരൻ അച്ഛനാണെങ്കിൽ അപ്പോഴും കുറച്ച് റോങ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അയാൾ ചെയ്തത് തെറ്റല്ല, മകൻ ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചതാണ് തെറ്റെന്നുള്ള ലെവലിലാണ് കേട്ടോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, നിങ്ങൾക്കിതൊരു അഭിമാനമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്കിത് അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ അല്ല, ചെറുപ്പം തൊട്ടേ ആളുകൾ എന്നെ പുച്ഛത്തോടു കൂടി നോക്കിയത്, അപ്പോൾ ഇതായിരിക്കും കാരണമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ആ സ്ത്രീ ഇപ്പോഴെവിടെ, അതോ മരിച്ചോ, അവരെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും ഭാസ്കരനച്ഛന് യാതൊരുവിധ ഉത്തരവില്ല, എല്ലാം റോങ് ആയിട്ട് നെഗറ്റീവായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അവൻ്റെ ചോദ്യങ്ങളൊന്നും അയാൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ ഇപ്പോൾ എല്ലാം അറിയണം എന്നുള്ള ലെവലിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. നികേഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതേ ലെവലിലല്ല ഭാസ്കരനച്ഛന് ആൻസർ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നികേഷിനും ആകെ സങ്കടമാവുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്കിതൊക്കെ അഭിമാനമായി
പ്രശ്നമായിരിക്കും. പക്ഷെ എനിക്കിത് അങ്ങനെയല്ലാന്ന് അവനും വീണ്ടും പറയുന്നുണ്ട്. "നീ ഇപ്പോൾ കോളേജിലേക്കല്ലേ പോകുന്നത്. അവിടെ പോയി 4 അക്ഷരം പഠിച്ച് വല്ല ഉദ്യോഗവും വാങ്ങാൻ നോക്ക്. ഇതൊന്നും അന്വേഷിക്കാതെ" എന്നാണ് പിന്നെ ഭാസ്കരച്ചൻ പറയുന്നത്. നികേഷ് ആണെങ്കിൽ ഏട്ടന്മാരെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഏട്ടന്മാര് പാവമാണ്, അവരെന്ത് പിഴച്ചു, എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നൊക്കെ വീണ്ടും വീണ്ടും പഴിക്കുന്നുണ്ട്. എന്തായാലും താനൊരു പിഴച്ച സന്തതിയാണെന്നുള്ള കാര്യം നികേഷിന് മനസ്സിലായിട്ടുണ്ട്. "നീ ഇപ്പോൾ പൊയ്ക്കോ കോളേജിലേക്ക്" എന്ന് പറയുന്ന ഭാസ്കരനേച്ചനോട് അവസാനമായിട്ട് നികേഷ് പറയുന്നത്, "അതെ ഞാൻ പോവുക തന്നെ ചെയ്യും" എന്നാണ് പറയുന്നത്. അത് എങ്ങോട്ടാണ് പോകുന്നത്, കോളേജിലേക്കാണോ അതോ ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.